ഇന്ത്യയും ചൈനയും റഷ്യയുമായിട്ടുള്ള വ്യാപാരം തകർക്കാൻ അണിയറയിൽ ഒരു ബില്ല് തയ്യാറാകുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഈ ബില്ലിന് ട്രംപ് അംഗീകാരം നൽകിയതായി റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സെ ഗ്രഹാം പറയുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ റഷ്യയിൽ നിന്നും എണ്ണയും മറ്റും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു പണി കൊടുക്കുക എന്ന രീതിയിലാണ് ബില്ല് തയ്യാറായിരിക്കുന്നത്. ഈ ബില്ലിന് ട്രംപ് അനുമതി നൽകിയിരിക്കുന്നു. ഓഗസ്റ്റിൽ ഈ ബില്ല് വരും. ഈ ബില്ല് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% താരിഫ് ഈടാക്കാൻ ഉള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നടത്തുന്നത്. റഷ്യയിൽ നിന്നും 70% എണ്ണയും വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യ 44% എണ്ണ വാങ്ങുമ്പോൾ 26% എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. ഇതിനിടയിൽ കോവിഡിന് മുൻപ് $10.1 ബില്യൺ ആയിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരമെങ്കിൽ ഈ വർഷം അത് $68.7 ബില്യൺ അത് ഉയരും. ഒപ്പം തന്നെ 2030 ആകുമ്പോൾ $100 ബില്യൺ എണ്ണക്കച്ചവടത്തിനാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഈ ബില്ല് വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റഷ്യയുടെ 70% എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും തന്നെ ആയിരിക്കും. ഇതിനെ എങ്ങനെയാണ് മറികടക്കുക? ഇത് വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാക്കും. റഷ്യ, ചൈന, ഇന്ത്യ ഒരേ സമയം തന്നെ 3 രാജ്യങ്ങൾക്കാണ് ഈ ഒരു ബില്ല് കൊണ്ട് പണി കിട്ടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുന്ന ഒരു ബില്ല് തന്നെയായിരിക്കും. ബില്ല് ഏതായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റിൽ അത് പാസ്സാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.